ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് കുറച്ച് ഫിംഗർ ഹെന്ന ഡിസൈൻസ് ആണ് കേട്ടോ നോക്കാൻ വേണ്ടി പോണത്. അതിന് വേണ്ടിയിട്ട് ഞാനിതാ കുറച്ച് ഫിംഗേഴ്സ് ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും എൻ്റെ കൂടെ ഇതേപോലെ ഫിംഗേഴ്സ് വരച്ചെടുക്കുക. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലോട്ട് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല, നമ്മളിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള വീഡിയോസ് എല്ലാം കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കാണുക. നമ്മൾ 20 ഡേയ്സിൻ്റെ ചലഞ്ചായിട്ടാണ് ഈ ഒരു കോഴ്സ് സ്ട്രക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഫിംഗറിൽ നമുക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചതെല്ലാം വെച്ചിട്ട് സിമ്പിൾ ഡിസൈൻസ് വരച്ചെടുക്കാൻ നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതേ രീതിക്ക് സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക. 2 തിൻ ലൈൻസ് വരച്ചിട്ട് അത് തിക്കാക്കി കൊടുക്കാൻ കേട്ടോ ചെയ്യേണ്ടത്. നമ്മൾ പഠിച്ചിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം വെച്ചിട്ടാണ് ഈ ഡിസൈൻസ് എല്ലാം ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എൻ്റെ കൂടെ തന്നെ ചെയ്യാം കേട്ടോ. ഇതുപോലെ വരച്ചു കൊടുത്തതിന് ശേഷം ഇതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ നോക്കാം. ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ്. ഇത് നമ്മൾ തിക്കാക്കി കൊടുക്കണില്ല, ജസ്റ്റ് ഇങ്ങനെ വരച്ചു കൊടുത്തിട്ട് ആ കോർണേഴ്സിലൊക്കെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. കണ്ടില്ലേ? പിന്നെ ഓരോ ഫിംഗേഴ്സിനനുസരിച്ചിട്ട് സൈസൊക്കെ ചേഞ്ച് ആക്കുക കേട്ടോ. ഇതേ രീതിക്ക് നമ്മൾ വരച്ചിട്ടുള്ള ആ ഒരു ലൈൻസാണ് ഇനി വരയ്ക്കുന്നത്. ഇതേപോലെ വരച്ചിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്കൊരു ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ രീതിക്ക് വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല എളുപ്പമാണ്. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ നോക്കാം. ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇത് നമ്മൾ തിക്കാക്കി കൊടുക്കുക. ഈ 2 തിൻ ലൈൻസിനും തിക്കാക്കി കൊടുക്കുക. എന്നിട്ട് ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഗ്രിഡാണ്, ആ ഒരു ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇതെല്ലാം നമ്മൾ പഠിച്ച ഗ്രിഡ്സ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഫിംഗറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഈ ഒരു ഹംസ് കൊടുത്തിട്ടുള്ള ഫ്ലവറാണ് കേട്ടോ. ഈ ഒരു ഫ്ലവർ വെച്ചിട്ടാണ് ഈ ഒരു ഫിംഗർ ഫുള്ളായിട്ടും കൊടുക്കുന്നത്. ആദ്യം സർക്കിൾ വരയ്ക്കുക, ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിനി അടുത്ത ഫിംഗറിലോട്ട് പോവുകയാണ്. ഇതിന് വേണ്ടിയിട്ട് സ്പൈറൽ വരച്ചു കൊടുക്കുക, ഹംസ് വരച്ചു കൊടുക്കുക, വീണ്ടും ഹംസ്, അങ്ങനെ 3 ലെയേഴ്സായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ സ്പൈറൽ വരയ്ക്കുക, ഹംസ് വരയ്ക്കുക. ആ രീതിക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്തിട്ട് ഫിംഗർ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ ഫ്രിൽസ് കൊടുത്തിട്ടുള്ള ഒരെണ്ണമാണ്. ഇതേപോലെ സ്പൈറൽ കൊടുക്കുക, ഹംസ് കൊടുക്കുക, ഫ്രിൽസ് കൊടുക്കുക, വീണ്ടും ലൈൻ വരച്ചിട്ട് ഹംസ് കൊടുക്കുക. ഇതേപോലെ ഈ ഫിംഗർ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് ഇട്ട് കൊടുക്കുക. ഇനി അടുത്തത് നമ്മൾ ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് 2 തിൻ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് ഓപ്പോസിറ്റായിട്ടും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിനെ തിക്കാക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ വീണ്ടും അതിൻ്റെ സെൻട്രലായിട്ട് തിൻ ലൈൻ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ജസ്റ്റ് ഫില്ല് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഞാൻ അതിൻ്റെ സെൻറ്ററിൽ ലൈൻ വരച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതേപോലെ വരച്ചു കൊടുത്തതിന് ശേഷം അത് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സെൻറ്ററിലുള്ള ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഉണ്ടോ? ഈ രീതിക്ക് സെൻറ്ററിൽ ഒരു തിൻ ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഫില്ലിങ് ഞാൻ ലാസ്റ്റ് ചെയ്തതായിരുന്നു. പക്ഷേ ലാസ്റ്റല്ല, ഫസ്റ്റിൽ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ഫില്ലിങ് ചെയ്തിട്ട് സെൻട്രൽ ലൈൻ വരയ്ക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇനി ഇതിൻ്റെ എല്ലാം സെൻട്രലായിട്ട് ഇതേപോലെ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമ്മളൊരു ഫ്ലവർ ഫില്ലിംഗ് ആണ് കൊടുക്കുന്നത് ഈ ഒരു ഫിംഗറിൽ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഓവൽ ഷേപ്പ് പോലെ ഇങ്ങനെ നീട്ടിയിട്ട് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ റഫായിട്ട് ഇതേപോലെ നമ്മൾ ലൈൻ വരച്ചില്ല, അതേപോലെ ഇങ്ങനെ ചുളുക്കിയിട്ടുള്ള ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതേപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ഇങ്ങനെ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതേ രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ.
ഇനി നമ്മൾ ഇതേപോലെ പഠിച്ചിട്ടുള്ള ആ കൊക്ക ഉണ്ടല്ലോ അത് വരച്ച് കൊടുക്കുക. വീണ്ടും ഒരെണ്ണം വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളിതിൽ ഫുള്ളായിട്ടും ലീവ്സ് കൊടുക്കുക. ലീവ്സിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ചസ് വരുത്താം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കുറച്ച് ലീവ്സ് വരച്ച് കൊടുത്തു. അതിനുള്ളിലായിട്ട് ഇതേപോലെ ലൈൻസും വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ സർക്കിൾസൊക്കെ കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ ലൈന് വരച്ചിട്ട് ഹംസും അതുപോലെ ഡ്രോപ്സും ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇതിനെ ഫില്ലാക്കി കൊടുക്കുക. ഇപ്പം ഞാനിതിൽ കുറേ ഫിംഗർ ഡിസൈൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്തിയിട്ട് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുക. ഇനി ഇതേപോലെ നമുക്ക് വേറെ ഫ്ലവേഴ്സും ചെയ്യാം. ജസ്റ്റ് 2-3 എണ്ണം കാണിക്കാം. കണ്ടോ, അതേപോലെ സ്പൈറൽ വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഫ്ലവർ വരച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ലീവ്സ് വരച്ച് കൊടുക്കുക. അതുപോലെ എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ സർക്കിളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് ചെയ്തിട്ടാണ് കേട്ടോ. ഇനി ബാക്കിയുള്ള പോർഷൻസ് ഇതേപോലെ തിൻ ലൈനും തിക്ക് ലൈനും വരച്ചിട്ട് ഹംസ് കൊടുക്കുക. അതുപോലെ ഡ്രോപ്സും വൈൻസ് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് വേറൊരു ഫ്ലവർ ഇതേപോലെ കൊടുക്കുക. സർക്കിൾ വരച്ചിട്ട് ഹംസ് വരച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഫ്രിൽസാണ് കേട്ടോ വരയ്ക്കുന്നത്. ഫ്രിൽസ് കുറച്ചൊരു വലിയ സൈസിലുള്ള ആ ഒരു ഷേപ്പ് വരച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ലീവ്സൊക്കെ വരച്ച് കൊടുക്കുക. എന്നിട്ട് ഇതും ഒരു നെഗറ്റീവ് ഫില്ലിങ്ങിലുള്ള ഒരു ഡിസൈൻ തന്നെയാണ്. അപ്പോൾ ലീവ്സൊക്കെ വരച്ച് കൊടുത്തിട്ട് എക്സ്ട്രാ വരുന്ന പോർഷൻസിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സർക്കിൾസൊക്കെ വരച്ച് കൊടുക്കാം. അതുകൊണ്ട് തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് ഹംസ് വരച്ച് അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പോർഷൻ ഇതേപോലെ ഫില്ലാക്കി കൊടുക്കുക കേട്ടോ. അപ്പം ഏത് തരത്തിലുള്ള ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഫ്ലവർ കൊടുത്തിട്ടുള്ള 2-3 മോഡൽസ് കാണിക്കുകയാണ്. കണ്ടോ, ഈ രീതിക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേറൊരു ഫ്ലവർ നോക്കാം. ലോട്ടസ് ആണ് കേട്ടോ. ലോട്ടസ് ഈ രീതിക്ക് വരച്ച് കൊടുക്കുക. ലോട്ടസ് വരയ്ക്കുമ്പോൾ കൂടുതലായിട്ടും നമ്മൾ ആ ഒരു കൊക്ക പോലെയുള്ള ഈ ഒരു ഡിസൈനാണ് കൊടുക്കാറുള്ളത്. അപ്പോൾ അത് വരച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസിൽ സർക്കിളൊക്കെ കൊടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ഹംസും അതുപോലെ ഡോട്ട്സും കൊടുക്കുകയാണ് കേട്ടോ. ലൈൻസ് വരച്ച് കൊടുത്തതിന് ശേഷം ഹംസും ഡോട്ട്സും കൊടുത്തു. ബാക്കി പോർഷൻസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിങ്ങനെ ഓരോന്നും സ്പീഡിൽ പറഞ്ഞു പോവുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ഈ സംഭവങ്ങളൊക്കെ എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് അറിയാമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ വീണ്ടും അടുത്ത ഫിംഗറിലോട്ട് പോവാം. സ്പൈറൽ വരച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഹംസ് വരച്ച് കൊടുക്കുക. ഇതിലുള്ള ഓരോ എലമെൻറ്റ്സും നമ്മൾ മുന്നേ പഠിച്ചു കഴിഞ്ഞതാണ്. കഴിഞ്ഞ വീഡിയോസിലെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഒന്നൊന്നായിട്ട് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ഓക്കെ, ഈ രീതിക്ക് വരച്ച് കൊടുത്തതിന് ശേഷം 3 ഫ്ലവേഴ്സ് ഇങ്ങനെ വരച്ച് കൊടുത്തിട്ട് ലീവ്സ് വരച്ച് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിനൊക്കത്തിനൊന്ന് ബോൾഡാക്കി കൊടുക്കുക. ഈ രീതിക്ക് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ ഓൾറെഡി നെഗറ്റീവ് ഫില്ലിങ് കംപ്ലീറ്റ് ആയിട്ടും ഒരു ഫിംഗറിൽ കംപ്ലീറ്റ് ആയിട്ടും കൊടുക്കുന്നത് നമ്മൾ നോക്കി. ഇനി അടുത്തത് ഈ രീതിക്ക് ബോൾഡാക്കി കൊടുത്തിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഒരു 3 ഫ്ലവേഴ്സ് ഇങ്ങനെ വരയ്ക്കുക. പിന്നെ ലീവ്സ് വരച്ച് കൊടുക്കുക. അതിങ്ങനെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക. ഓക്കെ, ഇനി വേറൊരു ഫ്ലവറും കൂടെ നോക്കുക. കണ്ടോ, സ്പൈറൽ വരയ്ക്കുക. ഈ ഫ്ലവർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അതേപോലെ വരച്ചിട്ട് ഇങ്ങനെ വരയ്ക്കുക. 2 ഫ്ലവർ വരച്ച് അതിന് സെൻട്രലായിട്ട് അടുത്ത ഫ്ലവർ വരച്ച് കൊടുക്കുക. ലീവ്സൊക്കെ കൊടുക്കുക. എന്നിട്ട് നമ്മളിതിനെ ഈ ഔട്ടർ പോർഷൻസൊക്കെ ഒന്ന് ബോൾഡാക്കി കൊടുക്കുക കേട്ടോ. ഈ രീതിക്കൊന്ന് കട്ടി കൂട്ടി കൊടുക്കുക. ഇനി മറ്റൊരു ഡിസൈൻ നോക്കാം. ഈ രീതിക്ക് 2 സൈഡിലും കൊക്ക വരച്ച് കൊടുക്കുക. അത് നമ്മൾ ലീവ്സ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. അതിനുള്ളിലായിട്ട് നമുക്ക് ലൈൻസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ ബോൾഡാക്കി കൊടുക്കുക. കണ്ടോ, ഔട്ടർ പോർഷൻസ് ഇതേപോലെ ഒന്ന് തിക്കാക്കി കൊടുക്കുക. ഏതൊരു ഡിസൈനും നമുക്ക് നല്ല സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇനി നമ്മളിപ്പം നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തിട്ട് ആ സെയിം ഫ്ലവേഴ്സ് തന്നെയാണ് ബോൾഡാക്കിയിട്ട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരെണ്ണം കൂടെ ചെയ്യാം, ലോട്ടസും കൂടെ അതേപോലെ ബോൾഡാക്കിയിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ രണ്ട് സൈഡിലോട്ടായിട്ട് ലോട്ടസ് വരച്ചു കൊടുക്കുക. അതുപോലെ ആ കൊക്ക പോലെ നമ്മൾ പഠിച്ചില്ല, ആ ഒരു സംഭവം വരച്ചിട്ട് അതിൻ്റെ ഔട്ടർ പോർഷൻസൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ബോൾഡാക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് ഫില്ലിങ് കൊടുത്തിട്ട് ഫുള്ളായിട്ട് ചെയ്യണതും അതുപോലെ തന്നെ ബോൾഡാക്കിയിട്ട് ചെയ്യണതും നോക്കിക്കഴിഞ്ഞ് നമുക്ക് ഈ ഒരു ഡിസൈൻ തന്നെ മിഡിൽ പോർഷൻസിൽ കൊടുത്തിട്ട് ചെയ്യുന്ന എങ്ങനെ നോക്കാം. അപ്പോൾ അതിന് വേണ്ടി മുകളിലും താഴെ ഇതുപോലെ കുറച്ച് സ്പേസ് എടുത്തിട്ട് വരച്ചു കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ ഏത് ഫ്ലവറാണോ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലവർ വരച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഫ്ലവറും കുറച്ച് ലീവ്സും അതുപോലെ തന്നെ സർക്കിൾസൊക്കെ വരച്ചു കൊടുത്തിട്ട് ഇതിനെ ഫില്ല് ചെയ്തെടുക്കുന്നുണ്ട്. ഈ രീതിക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മുകളിലും താഴെയും ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കണം. അതിൻ്റെ മുകളിലായിട്ട് ഹംസും വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ രണ്ട് സൈഡിലും വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഡ്രോപ്സ് വരച്ചിട്ട് പിന്നെ ഡോട്ട്സും രണ്ട് സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ തന്നെ വേറൊരു മോഡൽ നോക്കാം. ഹംസ് കൊടുത്തിട്ടുള്ള ഒരു ഫ്ലവർ കൊടുക്കുക, ലീവ്സ് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള പോർഷൻസ് നമ്മളിങ്ങനെ സാധാ ചെയ്യുന്ന പോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഏത് ഫ്ലവർ വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കുക. ഇവിടെ അങ്ങനെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മുകളിലും താഴെയും ലൈൻസ് വരച്ചു കൊടുക്കുക. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക, ഹംസ് വരച്ചു കൊടുക്കുക. പിന്നെ ഇതേപോലെ ഒരു സ്പൈറൽ ഫ്ലവർ രണ്ട് സൈഡ്സിലായിട്ട് സ്പൈറൽ ഫ്ലവർ വരച്ചിട്ട് സെൻറ്ററിൽ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. താഴെയും വേണമെങ്കിൽ അതേപോലെ തന്നെ ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ മുകളിൽ സ്പേസ് ഇല്ലെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുത്താലും ഭംഗിയുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മുകളിലും താഴെയും അതേപോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അടുത്ത ഡിസൈൻ നല്ല സിമ്പിളായിട്ട് നമുക്ക് കൈൻ്റെ പുറകുവശത്തൊക്കെ ഇടാൻ പറ്റുന്ന ഡിസൈനാണ്. നല്ല ഈസിയാണ്. നമ്മൾ പഠിച്ച ലീവ്സ് ഈ രീതിക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുക. മേലോട്ടും താഴോട്ടും ഇതേപോലെ ഒരു വള്ളി പോലെ വരച്ചിട്ട് അതിൽ ഫുള്ളായിട്ട് നമ്മൾ ലീവ്സ് വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നല്ല ഭംഗിയാണ്. നമ്മൾ കയ്യിൽ വരച്ചു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. നമ്മളിപ്പം പേജിൽ വരയ്ക്കുമ്പോൾ അത്ര തന്നെ ഒരു പെർഫെക്ഷൻ തോന്നില്ല, ഭംഗി തോന്നില്ല. പക്ഷെ നമ്മൾ കയ്യിലിടുന്ന സമയത്ത് നല്ല ഭംഗിയാണ്. ഇതേ രീതിക്കുള്ള വേറൊരു ഡിസൈനാണെന്ന് ഇതേപോലെ വള്ളി വരച്ചു കൊടുത്തിട്ട് താഴെ നമ്മൾ ലീവ്സും അതുപോലെ മുകൾ ഭാഗത്തായിട്ട് വൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. ഈ വൈൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നീട്ടി വരയ്ക്കാം, അല്ലെങ്കിൽ നല്ല ഉണ്ട പോലെ അങ്ങനെ നല്ല തിക്കായിട്ട് വരക്കണമെങ്കിൽ അങ്ങനെ വരക്കാം. ഇതാ വൈൻസ് മാത്രം കൊടുത്തിട്ട് വേറെയുള്ളൊരു ഡിസൈനാണിത്. ഇങ്ങനെ വള്ളി വരച്ചു കൊടുക്കുക. മേലോട്ട് താഴോട്ടും വള്ളി വരച്ചതിന് ശേഷം വൈൻസ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇതൊക്കെ നമ്മൾ കൈയിൻ്റെ പുറകുവശത്ത് ഫിംഗറിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. ഇതേപോലെ മേലേക്കും താഴേക്കും വള്ളി വരച്ചിട്ട് നമുക്ക് ഒരുപാട് ഡിസൈൻസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഇതേപോലെ ഒരു വള്ളിയുടെ അടിഭാഗത്ത് വൈൻസ് കൊടുത്തിട്ട് മുകൾ ഭാഗത്ത് നമ്മൾ ലീഫാണ് കൊടുക്കുന്നത്. അതേപോലെ മുകളിലോട്ടും ചെയ്യാം. ഈ ഒരു ഡിസൈൻ നമുക്ക് ഡ്രോപ്സ് കൊടുത്തിട്ടും ചെയ്യാൻ പറ്റും. എന്നാന്ന് വെച്ചാൽ ഇത് അതേപോലെ മേലക്കും താഴേക്കും വള്ളികൾ പോലെ വരച്ചു കൊടുത്തിട്ട് ഡ്രോപ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മളിത് അതേപോലെ കുറച്ച് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻസ് ഉണ്ടല്ലോ, അത് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ വൈൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ് കേട്ടോ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു ലീഫാണ്. ഈ രീതിക്ക് വരച്ചു കൊടുക്കുക. അത് കുറച്ചും കൂടി ഒരു ഉരുട്ടിയിട്ടുള്ള ലീവ്സാണ് കേട്ടോ. അത് വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ഫിംഗറിൽ ഇതേപോലെ ലൈൻ വരച്ചിട്ട് ഹംസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഇതേപോലെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈൻസ് കൊടുക്കുക. വൈൻസ് വരച്ച് കഴിഞ്ഞതിന് ശേഷം താഴെയുള്ള ഭാഗത്ത് ഹംസിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്പൈറൽ ഫ്ലവർ വേണമെങ്കിൽ സ്പേസ് ഉണ്ടെങ്കിൽ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കാം. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചേഞ്ചസ് ഒക്കെ വരുത്താം കേട്ടോ. ഇനി നമുക്ക് സെൻറ്റർ പോർഷനിൽ
ഇതേപോലെ ലീഫോ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ലീഫ് വരച്ചു കൊടുത്തിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ലീഫ് സെൻറ്ററിൽ വരച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ബോൾഡാക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളിതാ ഈ രീതിക്ക് തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഹംസ് കൊടുക്കുക കേട്ടോ. മുകളിലും അതുപോലെ തന്നെ താഴെയും ഹംസ് ഇതേപോലെ കൊടുക്കുക. ഇനി നമുക്ക് സെൻറ്ററിൽ ഒരു 5 ഡ്രോപ്സ് അല്ലെങ്കിൽ വൈൻസ് ഇതേപോലെ വരയ്ക്കുക. അപ്പോൾ ഈ സെൻറ്ററിലുള്ള ലീഫിൻ്റെ പകരം നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഒരു ടൈപ്പ് ലീഫ് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇനി അടുത്ത ഫിംഗറിൽ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുത്തിട്ടുണ്ട്. ഹംസ് കൊടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ വീണ്ടും 2 ലൈൻസ് വരച്ചിട്ട് ഇങ്ങനൊരു തിക്ക് ലൈൻ വരയ്ക്കാൻ വേണ്ടി കുഞ്ഞ് 2 ലൈൻസ് ഇങ്ങനെ വരച്ചിട്ട് അതിനെ തിക്കാക്കി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഹംസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് ഡിസ്റ്റൻസിൽ ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ വൈൻസ് വരച്ച പോലെ ഇതേപോലെ വൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ അതിൻ്റെ 2 സൈഡിലായിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ സ്പേസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കണമെങ്കിൽ ഹംസ് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഹംസ് കൊടുത്തിട്ടില്ല. മുകളിൽ ഇതേപോലെ ഹംസ് കൊടുക്കുക, പിന്നെ ലീവ്സും കൊടുക്കുക. ഓക്കെ, അതുപോലെ താഴെയുള്ള ഈ ഭാഗത്ത് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതൊക്കെ ബോൾഡാക്കി കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്ത ഫിംഗറിൽ ഇതേപോലെ തിൻ ലൈനും തിക്ക് ലൈനും പിന്നെ ഹംസ് താഴെയും അതുപോലെ തന്നെ മുകളിലും കൊടുക്കുക. വീണ്ടും ഇതുപോലെ ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് വീണ്ടും ഹംസ് കൊടുക്കുക. ഇനി കുറച്ച് ഡിസ്റ്റൻസിലായിട്ട് ഇതേപോലെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ഹംസ് കൊടുക്കുക. അതിൻ്റെ ഉള്ളിലായിട്ട് സ്റ്റാൻഡിങ് ലൈൻസ് ഇതേപോലെ വരച്ചു കൊടുക്കുക. ഈ സ്റ്റാൻഡിങ് ലൈൻസിന് ആ ഒരു കോർണേഴ്സിലായിട്ട് 4 ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഈ രീതിക്ക് ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ വരച്ചിട്ടുള്ള ഹംസിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഡ്രോപ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത ഫിംഗറിലോട്ട് പോവാണ്. അടുത്ത ഫിംഗറിൽ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. അടിയിൽ ഹംസ് കൊടുക്കുക. അതേപോലെ തന്നെ മുകളിലും ഹംസ് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും നമ്മൾ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് ഇതേ രീതിക്ക് ഹംസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതും താഴെയും മുകളിലും വരച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മളിങ്ങനെ സെഗ്മെൻ്റായിട്ട് ഇങ്ങനെ 3 പാർട്ടാക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലെ ആ ഒരു എൻഡ് പോർഷനിൽ സ്പൈറൽ ഫ്ലവർ വരയ്ക്കുക, ഡ്രോപ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഈ ഒരു ഗ്യാപ്സ് നമ്മളിങ്ങനെ ഡോട്ട് ഇട്ടിട്ടുള്ള ഈ ഒരു ഡിസൈൻ ഉണ്ടല്ലോ, ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ടിട്ടുള്ള ആ ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ താഴെ ഇതേപോലെ തന്നെ സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. അതിൻ്റെ സെൻറ്ററിലായിട്ട് ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. ഓക്കെ, നല്ല എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഡിസൈൻസാണ്, എല്ലാം നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് തന്നെ നല്ല ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമെന്ന് വിചാരിക്കണേ. ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ എന്തായാലും വരയ്ക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ഡിസൈൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് താഴെയും അതുപോലെ തന്നെ മുകളിലും തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് ഹംസ് കൊടുത്തിട്ടുള്ള ഈ ഒരു ഇത് വരച്ചു കൊടുക്കുക. ഉണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം ചെയ്തിരുന്ന പോലെ ആ ഒരു എന്താ പറയുക, കുറച്ച് വരച്ചിട്ടുള്ള ആ ഒരു ലൈൻ ഉണ്ടല്ലോ, അത് വരച്ചു കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലും ഇതേപോലെ വരച്ചു കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിലായിട്ട് ഒരു കുഞ്ഞ് ഡോട്ട്സ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കോണ് കുറച്ച് ലൂസായിട്ടാണ് ഉള്ളത്, എന്ന് വെച്ചാൽ പേസ്റ്റ് നല്ലോണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അതുകൊണ്ട് ഡിസൈൻ വരയ്ക്കുമ്പോൾ കുറച്ച് കട്ടിയൊക്കെ കൂടിപ്പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല രീതിയിൽ വരയ്ക്കുക. എന്നിട്ട് നമ്മൾ ഹംസിൻ്റെ മുകളിൽ സാധാ ചെയ്ത് തരുന്ന മാതിരി തന്നെ ഡ്രോപ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്ക് അടുത്തൊരു ഡിസൈൻ നോക്കാം.
അതിന് വേണ്ടിയിട്ട് സെൻട്രലായിട്ട് തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് നമ്മളിതേപോലെ മുകളിലും താഴെയും ഹംസ് കൊടുക്കുകയാണ്. അപ്പോൾ 2 ലെയറായിട്ട് ഹംസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ സ്പൈറൽ ഫ്ലവർ ഇങ്ങനെ വരച്ചു കൊടുക്കുക. 2 സൈഡിലും സ്പൈറൽ ഫ്ലവർ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ലീവ്സ് ആണ് കേട്ടോ കൊടുക്കുന്നത്. ഇങ്ങനെ കുറച്ചധികം തന്നെ ലീവ്സ് ഈ രീതിക്ക് വരച്ചു കൊടുക്കുക. ഇനി ഇതേപോലെ തന്നെ നമുക്ക് മുകളിലും ചെയ്യാം. ഇനി നമുക്ക് അടുത്ത ഫിംഗറിലോട്ട് പോവാം. ഇതേപോലെ സെൻറ്റർ പോർഷനിൽ സ്റ്റാൻഡിങ് ലൈൻസ് കൊടുത്തിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിന് ആദ്യം തന്നെ തിക്ക് ലൈനും തിൻ ലൈനും ഇതുപോലെ കുറച്ച് ഡിസ്റ്റൻസിൽ ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഹംസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ കോർണേഴ്സിൽ ഇതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. ഏകദേശം ഒരു പ്ലസ് പോലെ ഉണ്ടോ ഈ രീതിക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ ഹംസിൻ്റെ മുകളിലായിട്ട് ഡ്രോപ്സ് കൊടുക്കുക കേട്ടോ. താഴെ മേലെ ഹംസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഡ്രോപ്സ് കൊടുക്കുക. ഇനി നമുക്ക് അടുത്തൊരു ഡിസൈൻ നോക്കാം. ഇതുപോലെ സെൻട്രലിൽ കുറച്ച് ഗ്യാപ്പ് എടുത്തതിന് ശേഷം മുകളിലും താഴെ ഇങ്ങനെ തിൻ ലൈന് തിക്ക് ലൈന് തിൻ ലൈന് എന്നുള്ള രീതിക്ക് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഹംസ് കൊടുക്കുക കേട്ടോ. താഴെയും കൊടുത്തിട്ടുണ്ട്, മേലെയും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. നമ്മൾ ആ ഒരു കൊക്ക പോലെ പഠിച്ചില്ലേ, ആ ഒരു സംഭവം വരച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ താഴെയുള്ള ഹംസിൻ്റെ മുകളിൽ വൈൻസ് കൊടുക്കുക. അതേപോലെ മുകളിലുള്ള ഹംസിൻ്റെ മുകളിലും വൈൻസ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തൊരു ഡിസൈൻ നോക്കാം. എന്നിട്ട് ഇതേപോലെ സെൻറ്ററിൽ സ്റ്റാൻഡിങ് ലൈൻസ് ഇതേ രീതിക്ക് വരച്ചു കൊടുക്കുക. ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ലെയർ ഗ്യാപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സെക്ഷൻ വിട്ടിട്ട് അടുത്ത സെക്ഷൻ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മൾ ലൈൻസ് വരച്ചു കൊടുക്കുക കേട്ടോ. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ഇനി ഹംസ് കൊടുത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്തെടുക്കുകയാണ്. അതുപോലെ താഴെയും തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് ഹംസ് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഏകദേശം 50 ഫിംഗർ ഹെന്ന ഡിസൈൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പാണ്. ഇങ്ങനെ 2 സൈഡിലും ഈ രീതിക്ക് വരച്ചു കൊടുക്കുക. തിക്ക് ലൈനും തിൻ ലൈനും ആക്കി കൊടുക്കണം കേട്ടോ. നമ്മൾ സ്ട്രെയിറ്റ് ലൈൻ വരക്കണ പോലെ ഈ രീതിക്ക് തിൻ ലൈനും തിക്ക് ലൈനും കൊടുക്കുക, ഹംസ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു സ്പൈറൽ ഫ്ലവർ ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ ടിപ്പിൽ ഇതേപോലെ ഡ്രോപ്സ് വരച്ചു കൊടുക്കുക. മുകളിലുള്ള പോർഷൻസ് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി സെൻറ്ററിൽ ഇതേപോലെ കുറച്ച് ലൈൻസാണ് കേട്ടോ വരച്ചു കൊടുക്കേണ്ടത്. അതിനായിട്ട് ഇതേപോലെ ഗ്യാപ്പ് എടുത്തിട്ട് തിക്ക് ലൈൻ ആക്കി കൊടുക്കുക. ഉള്ളിൽ കുറേ തിൻ ലൈൻസ് വരച്ചു കൊടുക്കുക. ഇതേപോലെ തിൻ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് പുറത്ത് ഒരു സർക്കിൾ വരയ്ക്കുക. അതിൻ്റെ മുകളിൽ ഡോട്ട്സ് കൊടുത്തിട്ട് ഇങ്ങനെ റഫായിട്ടുള്ള ഒരു ഫ്ലവർ വരച്ചു കൊടുക്കുക. ഇപ്പോൾ ഈ ഫ്ലവറിന് പകരം നിങ്ങൾക്ക് വേറെ ഫ്ലവേഴ്സ് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് ചേഞ്ചസ് കൊണ്ടുവരിക. ഓക്കെ, ഇനി നമ്മൾ വരക്കുന്നത് ഈ രീതിക്ക് 4 പോർഷൻസ് ആക്കിയിട്ട് ഈ രീതിക്ക് ഉള്ളിൽ ഇങ്ങനെ തിക്കാക്കി കൊടുക്കുക. 2 ലൈൻ വരച്ച് അതിനുള്ളിൽ തിക്കാക്കി കൊടുക്കുക. കണ്ടോ, ഈ രീതിക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിൽ രണ്ട് സെക്ഷനാക്കിയിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് നമ്മൾ പഠിച്ച കൊക്ക പോലെയുള്ള ആ ഒരു ഡിസൈൻ വരച്ച് കൊടുക്കുക. മുകളിലും അതേപോലെ താഴെയും ഇതേ ബാലൻസ് പോർഷനിൽ ഇതേപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുക. കണ്ടോ, നല്ല സിമ്പിളായിട്ട് നല്ല ഭംഗിയാണിത് കയ്യിൽ വരച്ച് കഴിഞ്ഞാൽ. ഇനി അടുത്തൊരു ഡിസൈൻ ഇതേപോലെ ടിപ്പിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഒരു സ്പൈറൽ ഫ്ലവർ വരക്കുക. അതേപോലെ ഒരു ആർച്ച് പോലെ ഇങ്ങനെ കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് സ്പൈറൽ ഫ്ലവർ കൊടുക്കുക. എന്നിട്ട് ഇതിനെ രണ്ടിനെ ഒരു ലൈൻ വെച്ച് ജോയിൻ ചെയ്തിട്ട്
അതിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല സിമ്പിളാണ്. ഇനി അടുത്തൊരു ഡിസൈൻ നോക്കാം. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. താഴെ ഹംസ് കൊടുക്കുക, മുകളിലും അതേപോലെ ഹംസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്രിൽസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ലൈൻ ഇങ്ങനെ വരച്ചു കൊടുക്കുക. 2-3 ലൈൻ വരച്ചിട്ട് ചെറിയൊരു ഗ്യാപ്പ് എടുത്തതിന് ശേഷം വീണ്ടും അതേപോലെ ലൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പം ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക. ഹംസും ഫ്രിൽസും കൊടുത്തിട്ട് ഇതേപോലെ ഫിൽ ചെയ്ത് കൊടുക്കുക. മുകളിൽ നമുക്ക് ഡോട്ട്സ് കൊടുക്കുക. അപ്പോൾ ആ ഉള്ള ഗ്യാപ്പിൽ ഒരു വേവി ആയിട്ടുള്ള ഒരു ലൈൻ വരച്ചു കൊടുക്കുക. ഇതേപോലെ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഹംസിൻ്റെ മുകളിലായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. പിന്നെ അടുത്തൊരു ഡിസൈൻ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും മുകളിലും താഴെയും ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കുറച്ച് സ്പേസ് എടുത്തിട്ട് ഇതുപോലെ നമ്മൾ വരക്കുക എന്ന് പറഞ്ഞ ആ ഡിസൈൻ വരച്ചിട്ട് 2 ഡ്രോപ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ഹാർട്ട് ഷേപ്പ് കിട്ടും. 2 ഡ്രോപ്സാണ് വരച്ചു കൊടുത്തത്. അപ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. ഇനി താഴെ മുകളിലും ഹംസ് കൊടുക്കുക, പിന്നെ വൈൻസ് കൊടുക്കുക. ഓക്കെ, ഒരുപാട് തവണ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കുറക്കാം. നിങ്ങളിപ്പോൾ ഒരു ബിഗിനറാണ് എന്നുള്ള രീതിക്കാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിന് അടുത്ത ഡിസൈൻ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും ഇങ്ങനെ ചെരിച്ച് വരച്ചു കൊടുത്തിട്ട് ഹംസ് കൊടുക്കുക. അതിനുള്ളിലായിട്ട് ഡ്രോപ്സ് കൊടുക്കുക. എന്നിട്ട് താഴെയുള്ള ഹംസിൻ്റെ മുകളിൽ ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. മുകളിലും അതേപോലെ ചെയ്യുക കേട്ടോ. ഇനി അടുത്ത് ഇതേപോലെ വി ഷേപ്പ് വീണ്ടും വരച്ചു കൊടുക്കുകയാണ്. അതേപോലുള്ളൊരു ഡിസൈൻ തന്നെയാണ്. ഇങ്ങനെ വി ഷേപ്പ് വരച്ചു കൊടുത്തിട്ട് നമ്മൾ തിക്ക് ലൈനും തിൻ ലൈനും കൊടുക്കുക. താഴെയും അതേപോലെ തിക്കും തിന്നും ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഹംസ് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് മുകൾ ഭാഗത്ത് ഡ്രോപ്സ് കൊടുക്കുക. അതേപോലെ സെൻറ്ററിൽ നമുക്ക് ഇതേപോലെ വേവി ആയിട്ടുള്ള ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഇതേപോലെ വി ഷേപ്പിലുള്ള വേറൊരു ഡിസൈനും കൂടി നോക്കാം. സെൻറ്ററിൽ നമ്മൾ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് ഹംസ് കൊടുക്കുക. അതേപോലെ മുകളിൽ നിന്ന് ഇങ്ങോട്ട് വി ഷേപ്പ് വരച്ചു കൊടുക്കുക. അതും തിക്കും തിന്നും ആക്കിയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. എന്നിട്ട് താഴെ അതേപോലെ തന്നെ തിക്ക് ലൈനും തിൻ ലൈനും ഇങ്ങനെ വി ഷേപ്പിൽ വരച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ഡോട്ട്സ് കൊടുക്കാം. അപ്പോൾ അതിന് മുന്നേ ഇങ്ങനെ ഒന്ന് വൈൻസ് വരച്ചു കൊടുക്കുന്നുണ്ട്. താഴെയും മുകളിലും വൈൻസ് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പോർഷൻസ് നമ്മൾ ഹംസ് വരച്ചില്ല, ആ പോർഷൻസിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. മുകളിലും അതേപോലെ തന്നെ താഴെ നമ്മൾ വൈൻസ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഡ്രോപ്സ് കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ നോക്കാം. ഇനി സെൻറ്ററിൽ ഇതേപോലെ ലൈൻ വരച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ട് വൈൻസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ വി ഷേപ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അതിന് തിക്കും തിന്നും ആക്കി കൊടുക്കുക. തിക്ക് ലൈനും കൊടുക്കുക, തിൻ ലൈനും കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് മുകൾ ഭാഗത്തൊക്കെ ഇതേപോലെ ഹംസ് വരച്ചു കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത ഡിസൈൻ ഇതാ തിരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഷേപ്പ് വരച്ചു കൊടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ വരച്ചു കൊടുക്കുക. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചിട്ട് അതേപോലെ തന്നെ മുകളിലും ചെയ്യാം. കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഇതേ രീതിക്ക് തിക്കും തിന്നും ആക്കി കൊടുക്കുക. ഇനി ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഇതേപോലെ സ്റ്റാൻഡിങ് ലൈൻസ് വരച്ചിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക. ഈ സ്റ്റാൻഡിങ് ലൈൻസ് കറക്റ്റായിട്ട് വരക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു കോർണറിലായിട്ട് ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. അതായത് നമ്മൾ മുകളിലുള്ള ഈ ഒരു ഭാഗത്ത് ഹംസ് കൊടുക്കുക, താഴെയും ഹംസ് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ ഡോട്ട്സും പിന്നെ ഡ്രോപ്പും വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. സെൻറ്റർ പോർഷനിൽ ഡ്രോപ്പ് വരച്ചിട്ട് ബാക്കിയുള്ള പോർഷൻസിലെല്ലാം ഡോട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, പിന്നെ അടുത്ത ഡിസൈൻ ഇതേപോലെ തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. ഹംസ് വരച്ചു കൊടുക്കുക. താഴെ മുകളിലും വരച്ചു കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഹംസ് തന്നെ വരച്ചു കൊടുക്കുകയാണ്. ഇനി ഇതിന് രണ്ടിനും ജോയിൻ ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ തിക്കായിട്ടൊരു ലൈൻ ഇങ്ങനെ കൊടുക്കുക. അതിൻ്റെ 2 സൈഡിലും തിൻ ലൈൻസും കൊടുക്കുക, ഹംസും കൊടുക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ മുകളിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി ഫൈനലായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിസൈനാണ്. ഈ രീതിക്ക് ചെരിച്ചിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. തിക്ക് ലൈനും തിൻ ലൈനും വരച്ചു കൊടുക്കുക. താഴെ ഹംസ് കൊടുക്കുക. അതേപോലെ തന്നെയാണ് ചെരിച്ചിട്ട് മുകളിലും കൊടുക്കുന്നത് കേട്ടോ.
ഹംസും കൊടുക്കുക. പിന്നെ ഇതിങ്ങനെ ലൈൻസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഹംസ് കൊടുക്കുക. റൗണ്ട് ഷേപ്പ് വരച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡോട്ട് ഇട്ടിട്ടുള്ള ഒരു ഫ്ലവർ കൊടുക്കുക. അതിന് ഇതേപോലെ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലൈൻ കൊടുക്കുക. അതിൻ്റെ ഉള്ളിൽ മൊത്തം നമുക്ക് ഹംസ് കൊടുത്തിട്ട് ഫില്ല് ചെയ്തെടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ ഏകദേശം നമ്മുടെ എല്ലാ ഡിസൈൻസും കവർ ചെയ്തിട്ടുണ്ട്. താഴെ ഇതുപോലെ ഡോട്ട്സ് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇതിൽ ഓരോ എലമെൻറ്റ്സും ചേഞ്ച് ആക്കുക, ഓരോ ഗ്രിഡ്സും ചേഞ്ച് ആക്കുക. നിങ്ങൾക്ക് പുതിയ പുതിയ ഡിസൈൻസ് എല്ലാം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ 50ഓളം ഫിംഗർ ഹെന്ന ഡിസൈൻസ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. മാക്സിമം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സും അതുപോലെ ഹെന്ന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഇഷ്ടമുള്ളവർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയിൽ കാണാം. നമുക്കിനി ബ്രൈഡൽ ഹെന്ന ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് അടുത്ത വീഡിയോയിൽ ഇൻഷാല്ലാ ചെയ്യുന്നുണ്ടായിരിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ.